Everyone, welcome back. So in we're doing another simple ആയിട്ടുള്ള ഒരു നമ്മുടെ bookmark. Sorry, പെട്ടെന്ന് I was not able to get any words. So ഇതിനകത്തായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ്റെ അകത്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, നമ്മളിന്ന് വരയ്ക്കുന്നുണ്ടാവുക. റൈറ്റ്. സോ ലെറ്റ്സ് ടേക്ക് എ പെൻസിൽ ഫസ്റ്റ്. പെൻസിൽ എടുത്തിട്ട് ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വരയ്ക്കുന്നത്. അതായത് ഫസ്റ്റ് ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ ലൈൻ ജസ്റ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ഹാഫ് സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഇനി ലോങ് ആയിട്ടുള്ള പാറ്റേൺസ് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഈ ഗ്യാപ്പ്, നമുക്ക് ഈ ഗ്യാപ്പ് വരുന്നില്ലേ, അവിടെ നിന്ന് ലെറ്റ്സ് ഡ്രോ താഴെ വരെ ചെറിയൊരു വീതിയിൽ കുറച്ചൊരു ഷേപ്പിൽ ഇറഗുലർ ഷേപ്പൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേർവായിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് താഴെ നിന്ന് വീണ്ടും അതേ കേർവ് കൊണ്ടുവന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. ഇനി ലെറ്റ്സ് മൂവ് അതർ സൈഡ്. അതർ സൈഡിൽ ഇതാ ഒരു എസ്, ബേസിക്കലി ഒരു എസ് വിത്ത് ഇവിടെ ഈ ഭാഗം ഒത്തിരി വൈഡായിട്ട് അതിന് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാം. ഓൾറൈറ്റ്, ഇതാണ് ബേസിക്കായിട്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫില്ലാവും. ടുഡേ ഞാൻ എൻ്റെ ബ്രഷ് പെൻ എടുക്കുന്നു. ഐ എം ടേക്കിംഗ് യെല്ലോ കളർ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി യെല്ലോ ഫില്ല് ചെയ്തു. ആൻഡ് ഫോർ ദ ലീവ്സ് അല്ല, പെറ്റൽസിന് ഞാൻ ഈ ഒരു റെഡ് കളർ കൊടുക്കുകയാണ്. ആൻഡ് ദിസ് ബ്രഷ് പെൻ ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ബ്രഷ് പെന്നിൻ്റെ പ്രത്യേകത ഇറ്റ്സ് വെരി സോഫ്റ്റ്, ഇറ്റ്സ് വെരി ലൈറ്റ്. നമുക്കധികം പ്രഷറൊന്നും കൊടുക്കണ്ട പെയിൻറ്റ് ചെയ്യാൻ. ആൻഡ് അതിൻ്റെ നിബിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ മാക്സിമം കവറേജ് പെട്ടെന്ന് കൂടുതൽ എളുപ്പം ഷോർട്ട് ടൈമിൽ മാക്സിമം കവറേജ് കിട്ടും. അപ്പം നമ്മളിതാ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് ഗ്രീൻ. ഈ ലൈറ്റ് ഗ്രീനാണ് എടുക്കുന്നത്. ഈ ലൈറ്റ് ഗ്രീനാണ് ത്രൂ ഔട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലും ഈ ലീവ്സിൻ്റെ ഉള്ളിലും കൊടുക്കുന്നു. ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ രണ്ട് കൊടുക്കാം. അത് വെറുതെ ഒരു പ്ലാന്റിൻ്റെ ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ ഈ ഔട്ട്ലൈൻ ഞാൻ എൻ്റെ മാർക്കർ എടുത്തിട്ടുണ്ട്. മാർക്കർ എടുത്തിട്ട് ആദ്യം ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഉണ്ടോ? ഇനി ഈ ഒരു ഔട്ട്ലൈൻ ഇനി ഈ ലീവ്സിന് ഔട്ട്ലൈൻ കൊടുക്കണതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്.
ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ ഔട്ട്ലൈൻ കൊടുക്കേണ്ടത്, അതല്ല, ഇതിൻ്റെ കുറച്ചൊരു സെക്കൻഡ് മാറിയിട്ട് ഇതേ ഡിസൈനിൽ ഇങ്ങനെ കണ്ടോ. ഇത് നമ്മൾ ബോഹോയിൽ വരുന്നൊരു ടെക്നിക്കാണ്. ബോഹോ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിനാണെങ്കിൽ ഔട്ട്ലൈൻ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് വരും. ആയില്ലേ? ഓക്കെ. ഇനി നമുക്കിതിവിടെ കുറച്ച് റൈറ്റിങ്സ് എഴുതാനുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ബുക്സ് വായിക്കാനാണ് ബുക്ക് മാർക്സ് യൂസ് ചെയ്യുന്നത്. സോ 1 more chapter എന്നാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിൽ എനിക്കിഷ്ടമുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 3 ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൊടുക്കാനുള്ളൊരു കാര്യം, ഇങ്ങനെ ടേക്ക് എ ലൈറ്റ് കളർ. എൻ്റെ കയ്യിൽ ബ്രഷ് പെൻസിൽ വളരെ ലൈറ്റായിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ അത് പേസ്റ്റലിൻ്റെ ഒരു ബ്രഷ് പെന്ന് മുന്നേ വാങ്ങിച്ചതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സാണ്. അത് വെച്ചിട്ട് ഈ മോർ എന്നുള്ളത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യും. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ടേക്ക് ഈ ബ്ലാക്ക് പെൻ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ദെയർ ഫോർ സിമ്പിൾ ഉണ്ടാവില്ല, 3 കുത്ത് ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന 3 കുത്ത് ഹിയർ ആൻഡ് ദെയർ ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഒരു ഫില്ലിങ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക്. ഇറ്റ്സ് വെരി ക്വൈറ്റ്, വെരി സിമ്പിൾ, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓൾറൈറ്റ്, താങ്ക് യു.